കാലാൾപ്പടയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാന കഥാപാത്രം ചെയ്തത് തിലകൻചേട്ടനാണ്. തിലകൻചേട്ടനാണ് അതിലെ ഡോൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, വീൽ ചെയറിലിരിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പ്രത്യേക ഗെറ്റപ്പുള്ള കഥാപാത്രം. അപ്പോൾ തിലകൻചേട്ടൻ എന്ന സ്വഭാവം വെച്ചാൽ ഭയങ്കര ധിക്കാരി, ആരുമായിട്ടും ദേഷ്യത്തിൽ പെരുമാറും, ആരെയും ആർക്കൊരു ഇത് കൊടുക്കത്തില്ല. പുള്ളി രീതിയാണ് പുള്ളിയുടെ എല്ലാം. ഒരു ദിവസം ഇതുപോലെ കലർപ്പടയെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ മുകളിലത്തെ നിലയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു വീടിൻ്റെ എല്ലാം ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഭയങ്കര ബഹളം നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചീത്ത വിളിയും ബഹളവും. എന്താണെന്നറിയാൻ വേണ്ടി ഓടി സ്റ്റെയർ കേസിൽ താഴെ വന്നപ്പോൾ സിനിമയുടെ സെറ്റ് കവർ ചെയ്യാൻ അന്ന് ചിത്രഭൂമിയുടെ ലേഖകനും ഫോട്ടോഗ്രാഫറും വന്നിരുന്നു. അവരും ആ ലേഖകനും തിലകൻചേട്ടനുമായിട്ടാണ് വഴക്കെന്ന് പറഞ്ഞാൽ മുട്ടൻ വഴക്ക്. തിലകൻചേട്ടനെ പറ്റി ആ വാരികയിലേന് മുമ്പ് എന്തോ എഴുതി, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ സെറ്റ് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ വഴക്ക് നടന്ന് ആ ലേഖകൻ ഞാനായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്, എൻ്റെ ഒരു അകന്ന ബന്ധുവും കൂടിയാണ്. ഇന്നാ ലേഖകൻ മലയാള സിനിമയിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ്, സംവിധായകനാണ്, അതിലുപരി നടനുമാണ്. ശ്രീ രഞ്ജി പണിക്കരാണ് അന്നത്തെ ആ ലേഖകൻ. തിലകൻചേട്ടൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഞാൻ പറഞ്ഞു, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന സംവിധായകനായ ഞാനാണ്. തിലകൻചേട്ടൻ അഭിനയിക്കാമെന്നാണ്, അഭിനയിച്ചാൽ മതി. സെറ്റിൽ ആര് വരണം ആര് വരണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. രഞ്ജി പണിക്കർ ഈ സെറ്റ് കവർ ചെയ്യും, ഇത് എഴുതും, ഈ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം ചിത്രഭൂമിയിൽ എഴുതുകയും ചെയ്യും. അപ്പോൾ തിലകൻചേട്ടൻ അങ്ങ് ഞെട്ടി. കാര്യം തിലകൻചേട്ടനോട് അങ്ങനെ ആരും പറയാറില്ല. എനിക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് തിലകൻചേട്ടൻ, വലിയ അടുപ്പമുണ്ട്, നല്ല ബന്ധമുണ്ട്. ആ ബന്ധവും അടുപ്പവും സ്നേഹവും എല്ലാം വെച്ചാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയില്ലായിരുന്നു. തിലകൻചേട്ടൻ പെട്ടെന്ന് ഒന്ന് വല്ലാതായി. പുള്ളിക്കൊന്നും മറുപടി പറയാനില്ല. അല്ല അങ്ങനെയല്ല, എന്നെപ്പറ്റി മോശമായിട്ട് എഴുതി. ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെയൊക്കെ പറ്റിയല്ല എന്തെല്ലാം എവിടെയെല്ലാം എഴുതുന്നു, അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാനും തല്ലുകൂടാനും നിന്ന് അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തിലകൻചേട്ടൻ വിട്ടു. തിലകൻചേട്ടനെ കുറിച്ച് എഴുതണ്ട, തിലകൻചേട്ടൻ്റെ ഫോട്ടോ എടുക്കണ്ട, പ്രശ്നം തീർന്നില്ലേ. സിനിമയെക്കുറിച്ച് കവർ ചെയ്യാനും സിനിമയുടെ സെറ്റ് കവർ ചെയ്യാനും അവരെ ഞാനാണ് ക്ഷണിച്ചത്, ഞാൻ ക്ഷണിച്ചിട്ടാണ് അവർ വന്നത്. അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അതിൻ്റെ അപമാനം എനിക്കാണ്, അത് ഞാൻ സമ്മതിക്കില്ലാന്ന്. തിലകൻചേട്ടനൊന്നും മിണ്ടിയില്ല. രഞ്ജി കുറച്ച് എനിക്ക് കൈ തന്നു. കാര്യം രഞ്ജി ഞാനായിട്ട് നല്ല അടുപ്പമായിരുന്നു ആ സമയത്ത്. പിന്നെ അത് പറഞ്ഞു വന്നപ്പം രഞ്ജിയായിട്ടൊരു കണക്ട് ചെയ്തൊരു കഥയും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ രഞ്ജി എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ്. ആ സമയത്ത് രഞ്ജിയുടെ ഒരു സുഹൃത്തിനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം. അപ്പം രഞ്ജിയുടെ മനസ്സിലുണ്ടായിരുന്നൊരു കഥ, അതൊരു കുട്ടനാടൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കഥയാണ്. അപ്പോൾ ഒരു ദിവസം രഞ്ജി എന്നെ വിളിച്ച് പറഞ്ഞു, തമ്പി ഇങ്ങനെ നമ്മളൊരു സുഹൃത്തിനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുട്ടനാടൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കഥയാണ്. അപ്പോൾ തമ്പി ഒന്ന് കേൾക്കണം, കേട്ട് നമുക്കൊന്ന് ആലോചിച്ചാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെന്താ രഞ്ജി, നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഞാനും അന്ന് രഞ്ജിത്തും കൂടെ പൊന്മുടിയിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ ഇരുന്ന് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു തിരക്കഥ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് രഞ്ജി പണിക്കരും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീകുമാർ എന്നാണ് അയാളുടെ പേര്, അദ്ദേഹവും കൂടെ അവിടെ വന്നു. കഥയൊക്കെ പറഞ്ഞു. കഥ ഒരു രസകരമായ, രഞ്ജി കുട്ടനാടിൻ്റെ ആത്മാവ് അറിയാവുന്നുള്ള ഒരാളാണ് രഞ്ജി. അവിടെ തന്നെ ജനിച്ച് വളർന്ന്. പിന്നെ ഞാനും കുട്ടനാടുകാരനാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബം കുട്ടനാടാണ്. അങ്ങനെയാണ് ഞാൻ രഞ്ജിയായിട്ടുള്ള ബന്ധവും. ഞാനും രഞ്ജി അതുപോലെ നെടുമുടി വേണിച്ചേട്ടൻ അവരെ ഞങ്ങളെല്ലാം ബന്ധുക്കളാണ്. അതെല്ലാം ഞങ്ങളുടെ കുട്ടനാടൻ കണക്ഷനാണ്. അങ്ങനെ കുട്ടനാടിൻ്റെ കഥയൊക്കെ കേട്ടു. അപ്പം രഞ്ജി പണിക്കർക്ക് വേണ്ടത് രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതണം, ഞാൻ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, എനിക്ക് കുട്ടനാടിനെ പറ്റി യാതൊരു വിവരവും ഇല്ല, എനിക്ക് അവിടുത്തെ ഭാഷയോ അവിടുത്തെ സംസ്കാരമോ ഒന്നും എനിക്കറിയില്ല. കോഴിക്കോടിൻ്റെ കഥ എന്നാൽ ഞാൻ എഴുതരാം, അല്ലെങ്കിൽ വേറെ ഏത് കഥ എഴുതരാം. കുട്ടനാടിൻ്റെ കഥ രഞ്ജി പറഞ്ഞു, കുഴപ്പമില്ല. പണിക്കർ പറഞ്ഞു, ഞാൻ കൂടി ഇരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ രഞ്ജിത്ത് എൻ്റെ പടം കൊണ്ട് കമലിൻ്റെ വേറൊരു പടം കമ്മിറ്റ്മെൻറ്റാണ്, കുറേ 2-3 പടങ്ങൾ രഞ്ജിത്ത് ഇപ്പോൾ കമ്മിറ്റഡാണ്. അപ്പോൾ രഞ്ജിത്ത് എന്ത് ചെയ്യുന്നപ്പം പറഞ്ഞു, രഞ്ജിത്ത് എന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രഞ്ജിയെ കൊണ്ട് എഴുതിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നല്ല ഐഡിയ ആണ്. അയാൾക്ക് കഥ പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു ഫ്ലോ ഉണ്ടായിരുന്നു, ഒരു എഴുത്തുകാരൻ്റെ ഒരു ഫ്ലോ അതിനകത്തുണ്ടായിരുന്നു. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു സൗഹൃദ സദസ്സിൽ വളരെ തന്മയത്വമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു.
രഞ്ജി അങ്ങ് വിളറി വെളുത്തിട്ട് രഞ്ജി പണിക്കർ വൃത്തിയോട് പറയരുത്, എനിക്ക് എഴുതാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഈ കഥ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ കളഞ്ഞു വയ്ക്കോ, കഥ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതുക, നിങ്ങൾ സിനിമ ചെയ്യുക, എന്തോ ചെയ്യോ, സ്ക്രിപ്റ്റ് എഴുതാൻ ഞാനോ നടക്കുന്ന കാര്യമല്ല. അപ്പം ഞങ്ങൾ തന്മയത്വത്തിൽ പറഞ്ഞ് അങ്ങനെയല്ല രഞ്ജി, നമുക്ക് രഞ്ജിയുടെ മനസ്സിലുള്ള എഴുത്, രഞ്ജിത്ത് പറഞ്ഞ് ഞാൻ കൂടി ഇരിക്കാം, വേണ്ട സഹായം നമുക്ക് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്കും അതിൻ്റെ മറ്റ് ടെക്നിക്കൽ സംഭവമൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം, രഞ്ജിയുടെ മനസ്സിലുള്ള സാധനം രഞ്ജി ഒന്ന് എഴുത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു 10-12 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം ഒരു പകുതി സമ്മതത്തിൽ രഞ്ജി പണിക്കരെത്തി. പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രൊഡ്യൂസർ ഇതുപോലെ വന്നപ്പോൾ രഞ്ജി പറഞ്ഞ മറ്റൊരു കഥ, ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ, അത് രഞ്ജി പണിക്കരുമായിട്ട് ചർച്ച ചെയ്യുകയും അത് രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്തു. അത് ആലുവയിലൊരു പ്രൊഡ്യൂസറായിരുന്നു. അതിന് എനിക്കും രഞ്ജി പണിക്കർക്കൊക്കെ ചെയ്തൊരു അഡ്വാൻസൊക്കെ തന്നതാണത്. അങ്ങനെ ആലുവ ഗസ്റ്റ് ഹൗസിൽ പാലസിലിരുന്നാണ് രഞ്ജി അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തീർത്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമയും പ്രാവർത്തികമായില്ല. അപ്പോൾ അതാണ് രഞ്ജി പണിക്കർ എഴുതുന്ന ആദ്യത്തെ സ്ക്രിപ്റ്റ്. പിന്നെ രഞ്ജി പണിക്കർ ഒരുപാട് സിനിമകൾ എഴുതി മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കറായ സ്ക്രിപ്റ്റ് റൈറ്ററായി, സംവിധായകനായി, ഇപ്പം ഏറ്റവും ഹോട്ട് കേക്കായ ആക്ടറായിട്ട് നിൽക്കുന്നു. ഞാനും രഞ്ജിയായിട്ട് പലപ്പോഴും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് ഡിസ്കഷൻ നടക്കുകയാണ്. അത് ഏകദേശം രഞ്ജി സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. വരും ഭാവിയിൽ ആ സിനിമ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ കാലാൾപ്പടയുമായിട്ട് കണക്ട് ചെയ്ത് വന്നപ്പോൾ രഞ്ജിയായിട്ട് പറഞ്ഞത് കുറച്ചങ്ങ് മാറിപ്പോയി. അതുപോലെ തന്നെ കാലാൾപ്പട സമയത്തുള്ള മറ്റൊരു നല്ല അനുഭവമാണ്, കാലാൾപ്പടയുടെ കുറേ ചിത്രീകരണം നടന്നത് മദിരാശിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പല ഷെഡ്യൂളുകളായി, പല സാമ്പത്തിക പ്രശ്നങ്ങളായി, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. അലക്സിനെയൊക്കെ സാമ്പത്തികമായിട്ടൊരു രക്ഷയുമില്ലാത്ത അവസ്ഥയായി. ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നു. അപ്പോൾ മദ്രാസിൽ എവിടെയും താമസിക്കണ്ടേ. അപ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഒരു സിംഗിൾ റൂം അത് എനിക്കാണ് എടുത്തു തന്നിരിക്കുന്നത്. എന്നുള്ളതാണ് വെയ്പ്പ്. അപ്പോൾ ഞാൻ അവിടെ ഒരു കട്ടിലേ ഉള്ളൂ, സിംഗിൾ റൂമാണ്. അപ്പോൾ റെൻ്റ് അത്രേ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ അലക്സിന്. അപ്പോൾ ആ കട്ടിലിൽ ഞാൻ കിടക്കും. ആ മുറിക്കകത്ത് ആരൊക്കെ ആണെന്നറിയാമോ? ഞാനുണ്ടാവും, രഞ്ജിത്തുണ്ടാവും, സന്തോഷ് ശിവനുണ്ടാവും, അലക്സ് ഉണ്ടാവും, ചിലപ്പോൾ അലക്സിൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടാവും, മിക്കവാറും സിദ്ദിഖും ഉണ്ടാവും. ഈ 6 പേരാണ് ഒരു സിംഗിൾ മുറി കിടക്കുന്നത്. ഒരുമാതിരി ചാള അടുക്കിയിട്ടിരിക്കുന്ന പോലെയാണ് കിടക്കുന്നത്. അവസാനം എനിക്ക് കട്ടിൽ കിടക്കാൻ പോലും ചമ്മലായി. അവസാനം ഞാൻ കട്ടിലേക്ക് എടുത്ത് മറിച്ച് വെച്ചിട്ട് ഞാനും താഴെ കിടക്കുന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ താമസിക്കുന്നൊരു സമയത്ത് റഹ്മാൻ അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നല്ലോ കാലാൾപ്പടയിൽ. അപ്പോൾ റഹ്മാൻ ആ സമയത്ത് തമിഴിലേക്ക് എൻട്രി കിട്ടി. അത്യാവശ്യം ചില സിനിമകളിലേക്ക് തമിഴിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. തമിഴിലും റഹ്മാനെ അറിയപ്പെട്ടു. രഘുമാൻ എന്നാണ് തമിഴിലെ പേര്. അപ്പോൾ ഒരു ദിവസം റഹ്മാൻ ഇങ്ങനെ ഞങ്ങളുടെ റൂമിൽ വന്നു. ഞങ്ങൾക്കൊരു ഡിന്നർ ഓഫർ ചെയ്തു. അന്നൊരു ഡിന്നർ ഓഫർ ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അലക്സിൻ്റെയൊക്കെ മുഖം താമര പോലെ വിടർന്നു. കാര്യം ഒരു ദിവസം രാത്രിയിലത്തെ ഭക്ഷണ ചെലവിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, അന്ന് ഞാനുണ്ട്, ജയറാമുണ്ട്. ഈ ജയറാം വന്നാലും എൻ്റെ റൂമിൽ തന്നെ കിടപ്പ്, എല്ലാവരും തന്നെ കിടപ്പ്. ഞാനുണ്ട്, ജയറാമുണ്ട്, സന്തോഷ് ശിവനുണ്ട്, രഞ്ജിത്തുണ്ട്, സിദ്ദിഖുണ്ട്. ഇത്രയും പേര് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് ചോള ഹോട്ടലിലാണ് റഹ്മാൻ പോയത്. രാത്രി ഒരു 10-11 മണിയായി കാണും. ഞങ്ങളങ്ങനെ അവിടെ ഒരു മൂലയിലിരുന്ന് അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പോൾ റഹ്മാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ദോ വരുന്ന ആളിനെ കണ്ടോന്ന് ചോദിച്ചു. അപ്പം ദൂരെ ഒരു ഭാര്യയും ഭർത്താവും കൂടി നടന്നു വന്നൊരു ടേബിളിൽ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പം രജനീകാന്തല്ലേ, രജനീകാന്തും ഭാര്യ ലതയുമാണ്. അവരൊരു 11-12 മണിയായി കാണുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ സിദ്ദിഖും ജയറാമും പറഞ്ഞു, എനിക്കൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടണം. എല്ലാവർക്കും ആഗ്രഹമായി പരിചയപ്പെടണം. റഹ്മാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നോക്കാം, കുടുംബമായിട്ടിരിക്കുന്നതുകൊണ്ട് ഇനി എന്താണ് പുള്ളി പറയുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ റഹ്മാൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക, രജനീകാന്തിനെ പരിചയപ്പെടാൻ പറ്റുന്നൊരു അവസരം. ഞങ്ങളൊക്കെ അന്ന് ഒന്നുമല്ലല്ലോ, സിനിമയിൽ വന്ന് ആരും അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ല. രഞ്ജിത്തായാലും ശരി, ഞാനായാലും ശരി, ജയറാമായാലും ശരി, സിദ്ദിഖായാലും ശരി, സന്തോഷ് ശിവനായാലും ശരി, ആരും അറിയപ്പെടാത്ത ആൾക്കാരാണ്.
ഇതിൽ അല്പമെങ്കിലും അറിയപ്പെടുന്ന ആൾ റഹ്മാനാണ്. അപ്പോൾ റഹ്മാൻ അങ്ങോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് റഹ്മാനോടൊപ്പം രജനീകാന്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പം ഞങ്ങളെല്ലാം ചാടി എണീറ്റ് നിന്നു. അപ്പോൾ റഹ്മാൻ വന്നുടനെ ആദ്യം എന്നെ പരിചയപ്പെടുത്തുന്നത് ഇതിങ്ങനെ വിജയ് തമ്പി, മലയാളത്തിലെ ഒരു വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡയറക്ടറാണ്. 2 പടം ഇറങ്ങി, 2 പടം ഹിറ്റാണ്, നല്ല അഭിപ്രായം വന്നതാണ്. 3ാമത്തെ പടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനും അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വണക്കം സാർ എന്ന് പറഞ്ഞ് പുള്ളി സാർ ഞാൻ ഞെട്ടിയിരിക്കുക. വണക്കം സാർ എന്ന് ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ ഇരുന്നതിന് ശേഷമേ പുള്ളി ഇരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പരിചയപ്പെട്ടു, കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, വളരെ സൗഹൃദമായിട്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ, അദ്ദേഹം പോവുകയും ചെയ്തു. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് രജനീകാന്തിൻ്റെ ഒരു തമാശ റഹ്മാൻ പറയുകയും ചെയ്തു. അത് നമുക്കിവിടെ പറയാൻ പറ്റുന്നതല്ല. ഒരു രസകരമായ അയാളുടെ ഓരോ ദിവസത്തെ ഡിന്നറിൻ്റെ ഒരു ഫിനിഷിങ്, അത് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അത് ഞാനിപ്പോൾ പറയുന്നില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതോടൊപ്പം തന്നെ കലാൽപ്പടയ്ക്ക് താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിറ്റ്നസ് എന്ന സിനിമ വളരെ സക്സസ് ആയി ഓടി. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ചിന്തിക്കാത്ത ചില സാധനങ്ങൾ വരും. ചിലപ്പോൾ നമുക്കത് ഈ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വരൻ നിശ്ചയിക്കുന്നിടത്തേ നമ്മൾ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ വിറ്റ്നസ് സക്സസ് ആയി ഓടിയപ്പോൾ അതിൻ്റെ തമിഴും തെലുങ്കും റീമേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ചില ആൾക്കാർ സമീപിച്ചു. അപ്പോൾ തെലുങ്ക് റീമേക്ക്, അന്ന് തെലുങ്കിലെ വലിയൊരു സ്റ്റാറാണ് ശരത് ബാബു. മലയാളത്തിൽ അദ്ദേഹം 1-2 സിനിമകളിലൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരത് ബാബു ആ സിനിമ തെലുങ്കിൽ റീമേക്ക് ചെയ്യണം, അതിൽ സുകുമാരൻ അഭിനയിച്ച റോളിൽ ശരത് ബാബുവിനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അത് സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തു. ഒരു ദിവസം ഇങ്ങനെ വുഡ്ലാൻഡ്സിൽ വന്നു. വുഡ്ലാൻഡ്സിൽ ഞാനൊരു സിംഗിൾ റൂമിലാണ്. അപ്പം ഇവർ എത്രയും പേര് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ് ഈ ബെഡെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു. നാണക്കേടല്ലേ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചാള കൂട്ടിയിട്ടിരിക്കുന്ന പോലെ എല്ലാവരും കൂടി കിടക്കും, കുറേ ബെഡുകളൊക്കെ ഇട്ട്. അവസാനം ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ റൂമിൽ വന്നു, ഇരുന്നു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് തെലുങ്ക് ചെയ്യാം. ഞാൻ 1-2 സിനിമയുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ആ സമയത്ത് കാലാൾപ്പട ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിൽ അന്നത്തെ വലിയൊരു ബാനറായ എവർഷൻ്റെ പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പടങ്ങൾ കഴിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല സാർ. അവർക്കെന്ന് വെച്ചാൽ എത്ര ഈ സീനിയർ ആയാലും അവർ ഡയറക്ടർക്ക് കൊടുക്കുന്നൊരു ബഹുമാനം, അത് ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ള തമിഴ്, മറ്റ് അങ്ങോട്ടുള്ള സൗത്ത് ഇന്ത്യൻ, തെലുങ്ക്, ആ ലാംഗ്വേജുകളിലെ ഇപ്പോൾ ഞാൻ രജനീകാന്ത് ആയാലും ശരി, എത്ര വലിയ ആളായാലും ശരി, അതൊരു ശിവാജി ഗണേശനുമായിട്ടും കൂടെ ഒരു അനുഭവമുണ്ട്. ഞാൻ പറയാം പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ ആ ഡയറക്ടേഴ്സിന് കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് ഭയങ്കരമാണ്. അപ്പം സാർ നിങ്ങളുടെ സൗകര്യം മാതിരി പണ്ണാൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ ഒരു ആളിരിക്കും, ഞാൻ സ്ക്രിപ്റ്റ് ആരംഭിക്കട്ടുമാ എന്നൊക്കെ പറഞ്ഞ് ശരി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററേയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഡിസ്കഷനൊക്കെ വന്നപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ശരത് ബാബു സാർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ ആ സുകുമാരൻ ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നിട്ട് അയാൾ ആ കൊലപാതകം ചെയ്യുന്നു എന്നുള്ള സാധനം മാറ്റണം, അത് ശരത് ബാബുവിൻ്റെ ഇമേജിന് മോശമാവും, അത് മാറ്റി വേറെ രീതിയിലാക്കണം, വേറെ ആരെയും കൊലപാതകം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു പിന്നെ എന്ത് കഥ, പിന്നെ വിറ്റ്നസ്സെന്ന് കഥയില്ലല്ലോ. വിറ്റ്നസിൻ്റെ കഥ എന്താണ്? വിറ്റ്നസിൻ്റെ കഥ കൊലപാതകം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവസാനം അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കൊലപാതക കേസിൽ അയാൾ തന്നെ കോടതിയിൽ വെച്ച് കുരുങ്ങുന്നു എന്നുള്ളതാണ് വിറ്റ്നസിൻ്റെ കഥ. അതില്ലേ പിന്നെ കഥയ്ക്ക് അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രശ്നമായി. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചോ, ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പടം വിട്ടു. പിന്നെ ആരോ ചെയ്തോ പടം സക്സസ് ആയില്ലെന്ന് അറിയില്ല. സാക്ഷി എന്ന മറ്റാണ് തെലുങ്കിലെ അതിൻ്റെ പേര്. സക്സസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല. എനിവേ അതങ്ങനെ നടക്കുന്നു. കലാൾപ്പടയുടെ ഈ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നു. മറ്റൊരു വലിയ ദുരന്തത്തിനും സാക്ഷിയാവാൻ മദ്രാസിലെ ആ ജീവിതം കാരണമായി. അന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ അടുപ്പമുള്ള, എനിക്കൊരു കുടുംബ ബന്ധമുള്ള ഒരാളായിരുന്നു പ്രേം നസീർ സാർ. പ്രേം നസീർ സാറുമായിട്ട് എനിക്കൊരു മറ്റൊരു വലിയ ബന്ധമുണ്ട്. എൻ്റെ അമ്മാവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. മാത്രമല്ല എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സമ്മാനം തരുന്നത് നസീർ സാറിൻ്റെ കയ്യിൽ നിന്നാണ്.
അതൊക്കെ ഇനി പറഞ്ഞു വരണം, എൻ്റെ സ്കൂൾ കാലഘട്ടമാണതൊക്കെ. അങ്ങനെ നസീർ സാറ് മദ്രാസിയിലുണ്ടെന്ന്. അപ്പം ആ നസീർ സാറിൻ്റെ അനിയനൊരു ഹോട്ടലുണ്ട് അവിടെ, പ്രേം നവാസിന്. മിക്കവാറും ഞങ്ങളുടെ ഭക്ഷണം അവിടെയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം കടം പറഞ്ഞാലും ഒക്കെ അവിടെ കേൾക്കും. അലസ് പോയി അത്യാവശ്യം സോപ്പൊക്കെ ഇട്ട് കടമൊക്കെ പറഞ്ഞൊക്കെ അവിടെ പോയി, മെസ്സാണത്, അവിടെ പോയി കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ നവാസ് സാറ് പറഞ്ഞു, ഇങ്ങനെ നസീർ സാറ് ഹോസ്പിറ്റലാണ്, വിജയ ഹോസ്പിറ്റലാണ്, ചെറിയൊരു ഇൻഫെക്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്നൊരു ദിവസം കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ആരെയും കാണിക്കുന്നില്ല, കാരണം ഒരു ഇൻഫെക്ഷൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങളിരിക്കും. ഒരു ദിവസം രാവിലെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നു, നസീർ സാർ പോയി എന്നുള്ളത്. ഒരു വല്ലാത്തൊരു ഷോക്കായിരുന്നു, വല്ലാത്തൊരു വിഷമം. കാര്യം നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ അപ്രതീക്ഷിതമായിട്ട് വിജയ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഷാനവാസുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ട്. ഷാനുവിൻ്റെ ഒരു വിഷമവും. അപ്പോൾ ഈ ഷാനു, നടൻ റഹ്മാൻ, ഇവരെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ജയറാം, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഷാനു വലിയ വിഷമത്തിരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പം നസീർ സാറിന് ആ സമയത്തൊരു ഇഷ്യൂ ഉണ്ടായി. നസീർ സാറിന് അവിടെ ഒരു മദ്രാസിൽ അദ്ദേഹം വാങ്ങിച്ചൊരു സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചൊരു സമയമാണ്. ഒരു പൈസ പോലും അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് എടുക്കാനോ റിലീസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സാമ്പത്തികമായിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും ആ സമയത്തൊരു വലിയ പ്രശ്നം നസീർ സാറിന് നിലനിൽക്കുകയാണ്. അപ്പോൾ നസീർ സാറിനെ സംബന്ധിച്ചോളം നസീർ സാർ ഇത്രയും ഒരു കാരുണ്യവാനായിട്ടുള്ള, കൂടെ നിൽക്കുന്നവരെ ഏറ്റവും സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നസീർ സാർ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ എന്നുള്ളതാണ് സത്യം. മദ്രാസിയിൽ വന്നാൽ ആരും എന്താവശ്യമുണ്ടെങ്കിലും ആദ്യം ഓടി ചെല്ലുന്നത് മഹാലിംഗപുരത്തുള്ള നസീർ സാറിൻ്റെ വീട്ടിലേക്കാണ്. ലേഡി മാധവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ റോഡിൻ്റെ പേര്. അവിടെ ചെല്ലുന്നവർക്ക് തീർച്ചയായിട്ടും ആ സഹായം അദ്ദേഹം ചെയ്തിരിക്കും. പല ആൾക്കാരും ധൈര്യമായിട്ട് മദ്രാസിൽ കിടന്ന് മരിക്കുന്നത് നസീർ സാർ ഉള്ള വിശ്വാസത്തിലാണ്. അത് വീട്ടിൽ ബോഡി എത്തിക്കും എന്നുള്ള പല ആൾക്കാരും. അങ്ങനെ നസീർ സാറിൻ്റെ മരണം കഴിഞ്ഞിട്ട്, നസീർ സാർ അന്ന് MGR ജീവിച്ചിരിക്കുന്ന കാലം, അല്ലേ, MGR ഇല്ല, MGR ജീവിച്ചിരിക്കുന്ന കാലം. അപ്പോൾ MGRന് വലിയ ആഗ്രഹമുണ്ട് നസീർ സാറിൻ്റെ ബോഡി അവിടെ മദ്രാസിയിൽ ഒരു ദിവസം പൊതുപ്രദർശനത്തിന് വയ്ക്കണം. നസീർ സാർ ഒരുപാട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ നസീർ സാറിൻ്റെ ബോഡി അവിടെ പൊതുപ്രദർശനത്തിന് വെച്ചു. അപ്പോൾ അന്ന് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അന്ന് ബാലായി സാർ, മോഹൻലാലിൻ്റെ ഭാര്യയുടെ അച്ഛൻ, അന്നും തമിഴിലെ വലിയ നടനാണ്, നിർമ്മാതാവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നസീർ സാർ ഒരു ഭയങ്കര അടുപ്പമുള്ള ആളാണ്, അപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാം ബോഡി, അത് എന്നുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പോൾ ബാലായി സാർ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഷാനു അതിനെ എതിർത്തു. അത് വേണ്ട, അതെല്ലാവർക്കും വലിയ വിഷമമാണ്. എന്തു പറ്റിയത്? ഷാനു എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടും. അപ്പം നമുക്കൊക്കെ തോന്നി, എന്തു പറ്റി അങ്ങനെ ഷാനുവിനെ പറയാനുള്ള കാര്യം എന്താ? എന്തായാലും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയില്ല. നസീർ സാറിൻ്റെ ബോഡി സാധാരണ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നൊരു ഫ്ലൈറ്റിൽ കാർഗോയിൽ പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. എയർപോർട്ട് വരെ ഞങ്ങൾ അനുഗമിച്ചു. ബോഡി കയറ്റി വിട്ടു. തിരുവനന്തപുരത്ത് വന്ന് മലയാള സിനിമ മൊത്തത്തിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് വിലോപയാത്രയായി ചിറയൻകീഴ് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഒരു വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. ഒരിക്കൽ ഷാനുവിനോട് ചോദിച്ചു, എന്താ ഷാനു അങ്ങനെ ചെയ്ത്? ഷാനു പറഞ്ഞ, അച്ഛൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരികയോ ആരുടെയെങ്കിലും സഹായം ചോദിക്കേണ്ടി വരികയോ ചെയ്യരുത്. അത് വലിയ നിർബന്ധമായിരുന്നു നസീർ സാർ. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ അന്ന് ആ പൈസ കൊടുക്കാൻ ഷാനുവിൻ്റെ കയ്യിലില്ല. ഇല്ലാത്ത സ്ഥിതിക്ക് ബാലാജി സാറോ അല്ലെങ്കിൽ അവിടെ 100 പേര് നസീർ സാറിൻ്റെ ബോഡി ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ മദ്രാസിയിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ?
പക്ഷേ അവിടെ നസീർ സാറിൻ്റെ വാക്കുകളാണ് ഷാനു അത് പാലിച്ചത്. അപ്പോൾ എനിക്കതിൽ വലിയ അഭിമാനം തോന്നി. കാരണം ഒരച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഷാനു അങ്ങനെ ചെയ്തത്. ഒരുപാട് പേര് ഷാനുവിനെ കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് കുറ്റപ്പെടുത്തി. എന്തിനാ അങ്ങനെ ഒരു കാർഗോയിലൊക്കെ ഇട്ടാണ് നസീർ സാറിൻ്റെ ബോഡി കൊണ്ടുപോകേണ്ടത്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകേണ്ടതല്ലേ? പക്ഷേ അത് ഷാനു ചെയ്തതാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു ചെറിയ നാടകം നടന്നു എന്നുള്ളതൊരു അതാണ് നമ്മൾ തീരുമാനിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എയർപോർട്ടിൽ നസീർ സാറിൻ്റെ ബോഡിയും കൊണ്ട് ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഷാനുവും അവരുടെ കുടുംബമെല്ലാം അതിൽ ടിക്കറ്റ് എടുത്തെല്ലാം കയറി. ഒടുവിലാണ് കാർഗോയിൽ നസീർ സാറിൻ്റെ ബോഡി കയറ്റുന്നത്. അപ്പോൾ അത് വെയിറ്റ് എടുത്താണ് അതിൻ്റെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ വെയിറ്റ് എടുത്തിട്ട് ചാർജ് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റവരെല്ലാം ടിക്കറ്റ് എടുത്തങ്ങ് സെക്യൂരിറ്റി ചെക്കിലേക്ക് കയറുകയും ചെയ്തു. ഇതിന് സത്യം പറഞ്ഞാൽ അപ്പം അടയ്ക്കാൻ പൈസയില്ല. അതൊരു വിധിയുടെ ഒരു വൈകൃതമെന്ന് ഞാൻ പറയും. അവസാനം കല്ലൂർ ശശിയുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, എല്ലാവരും കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അപ്പോൾ പൈസ അടച്ചത്. പക്ഷെ അതും ഒരു നിമിത്തമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് നസീർ സാറിൻ്റെ ബോഡി മദ്രാസിൽ നിന്നും ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് കയറ്റി വിടുന്നത്. അന്ന് അവിടെയും സാക്ഷിയാവാൻ കഴിഞ്ഞു. അതും ഈ മദ്രാശി ജീവിതത്തിൻ്റെ ആ കാലാൾപ്പടയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ഇൻസിഡൻ്റാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കേണ്ടത് മോഹൻലാലാണ്. മോഹൻലാലിന് ഞാൻ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ചിങ്ങ 1-ാം തീയതി രാവിലെ നല്ല മഴയത്ത് മഴ നനഞ്ഞ സ്കൂട്ടറിൽ മോഹൻലാലിൻ്റെ തിരുവനന്തപുരത്തെ പൂജപ്പുരയുള്ള മുടവൻ മുകളിലെ വീട്ടിന് നടയിൽ പോയി നിന്ന ആളാണ് ഞാൻ. അന്ന് നടന്നില്ല. ഇന്നും മോഹൻലാലിനെ വെച്ചെനിക്കൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ മോഹൻലാലിനെ വെച്ചൊരു സിനിമ പുതിയ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി മോഹൻലാലിനെ വായിച്ച് കേൾപ്പിച്ചു. മോഹൻലാലിനത് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പൂജ കഴിഞ്ഞു.